ഷെരീഫ തങ്ങൾ എന്ന് പറയുന്ന എഴുത്തുകാരിയെ വായനക്കാർ ഇതിനകം തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞു, വായിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിന് മുമ്പും വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഷെരീഫ തങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം, എന്താണ് അതിൻ്റെ ഒരു അനുഭവം, എന്താണ്? അല്ല, ചില സംഭവങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും വരേണ്ടി വരുന്ന ഒരു ഘട്ടം വരുമല്ലോ. അത്തരം ഘട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അതായത് ഈ ചാരിറ്റിക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുസ്തക പ്രകാശനം. അപ്പോൾ നമ്മളൊരു പുകമറക്കുള്ളിൽ നിന്നിട്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പിന്നെ ഒരു 100 ഷെരീഫ തങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ എത്ര മറച്ചു പിടിച്ചിട്ടും കാര്യമില്ല. പിന്നെ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പ്രാധാന്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് വെച്ചു. എങ്ങനെയുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇന്നിപ്പോൾ കുറേ സംസാരിച്ചു എല്ലാവരോടും? അല്ല, എനിക്കങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാൻ അങ്ങനത്തെ ഭയം ഒന്നിനെ കുറിച്ചും ഇല്ല. ഏത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അപ്പോൾ ക്യാമറ ഒന്നുമല്ല. ഇന്നിപ്പോൾ നമ്മൾ ഇറക്കിയ ഒരു പുസ്തകം, അത് ആത്മീയതയെ കുറിച്ചാണ്. നിങ്ങൾ എഴുതിയ പുസ്തകത്തിൽ തന്നെയുണ്ട്, ആത്മാവിന്റെ ഈർപ്പമാണ് ആത്മീയത എന്ന് പറയുന്ന ഒരു വരി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെ, പീഡനത്തിനിരയാവുന്ന സ്ത്രീകൾ, പൊന്നും പൈസയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലത്ത് നിങ്ങളുടെ ഈ പറച്ചിലും എഴുത്തും ഒക്കെ അനിവാര്യമാണ്. എന്താണ് ഈ ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു ആത്മീയത എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവർ പറയും ഒരു സെക്സും ചാരിറ്റി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടാണെന്ന് പറയും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ പുരുഷന്മാർ പെട്ടെന്ന് കുറേ സ്ത്രീകളും പെട്ടെന്ന് പ്രശ്നങ്ങൾ തീരുക എന്നുള്ള രീതിയിൽ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അവർക്കൊരു എന്തൊരു പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള മനക്കരുത്തില്ലാത്തത്, അല്ലെങ്കിൽ സംശയങ്ങൾ അവർ ചെയ്തു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്നിട്ട് നിങ്ങൾക്കാരും ചെയ്തിട്ടില്ല, നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോലും അവർക്കത് വിശ്വസിക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചൂഷണങ്ങൾ ചെയ്യണവർ കലാകലമായിട്ട് ചെയ്യും. എന്നാൽ നമ്മൾ ഈ മേഖലയിൽ നിന്നിട്ട് ഇതിനെക്കുറിച്ച് വിമർശിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചത്. ഒരുപാട് ആളുകൾ ഷെരീഫ തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പാരൻസ് പറയുന്നത് ജിന്ന് ഗർഭിണിയാക്കി എന്ന രീതിയിലാണ് പറയുന്നത്. അത്തരത്തിലുള്ള മാതാപിതാക്കൾ പോലും ഇക്കാലത്തായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അത് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ട് സ്വർഗം നരകം അല്ലെങ്കിൽ ജിന്ന് ശൈത്താന് അതുകൊണ്ടുണ്ടാകുന്ന പുണ്യങ്ങൾ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുക പാവങ്ങളെ, നിഷ്കളങ്കരായ മനുഷ്യരെ. അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം ആങ്ങളെയാണ് പെൺകുട്ടീനെ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയത് എന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് അത് സമ്മതിക്കാൻ മനസ്സില്ലാത്തതും. ആങ്ങളെയല്ല, സ്വന്തം സഹോദരനല്ല, അയാളെ മേലുള്ള ജിന്നാണെന്ന് അയാൾ പറയുന്നത്. പക്ഷേ ഇത്തരം കഥകൾ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഉപ്പുള്ള സമയത്ത് ഞാനിത് പട്ടാമ്പിയിൽ കേട്ടിട്ടുണ്ട്, നമ്മളെ കേരളത്തിലും കേട്ടിട്ടുണ്ട്. അതാണ് പിന്നീട് ഞാൻ കേട്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു അന്ധമായ വിശ്വാസം അതാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവം വന്നാൽ എങ്ങനെയാണ് തങ്ങൾ ഇടപെടാറുള്ളത്? എങ്ങനെയാണ്? അല്ല, അത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലർ പറയാ സിനിമ എന്ന് പറയും. അപ്പം അന്ന് നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണമെന്നൊന്നുമില്ല. ഇതൊന്നും ഇപ്പോൾ വീട്ടിൽ കാണാത്തോലും ചുരുക്കമാണ്, പലരും കാണുന്നത് തന്നെയാണ്. അപ്പം ഞാൻ ഈ നോട്ട്ബുക്ക് എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോഴാണ് ഈ പ്രഗ്നൻസി കിറ്റൊക്കെ ആദ്യമായിട്ടായി അതിലാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അത് ഞാൻ എഴുതി കൊടുത്തിട്ട് അങ്ങനെ തന്നെ നോക്കിയപ്പോഴാണ് ഈ കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ആ സമയത്ത്. അതിന് ശേഷമാണ് ഇവരിങ്ങനെ അമ്മാവൻ ചെയ്തതാണെന്നൊക്കെ ഈ പെൺകുട്ടി പറയണത്. അപ്പോൾ എനിക്കെൻ്റെ അനിയത്തി കുട്ടികളെ മുഖം ഓർമ്മ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് അനിയത്തിമാരൊക്കെ എനിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ അതിലൊരു മിനി മോള് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, അതേപോലത്തെ ഇതെനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര പരിഭ്രമിച്ച് അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനിലായിട്ടാണ് ഇതിനോട് സംസാരിക്കണം. അപ്പോൾ ഈ കുട്ടീനോട് ചോദിച്ചു എത്ര പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത്രയും കൂളായിട്ടാണ് ഒരുപാട് പ്രാവശ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോലും അത് ആസ്വദിക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ലോകത്ത് പലതും നടക്കുന്നുണ്ട്. നമ്മളെ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കാറുണ്ടോ? അല്ല, നമ്മൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് പിറകെയൊക്കെ പോയിട്ട് കുറേ എൻ്റെ ഒരു പ്രതികരണ ശേഷി പറഞ്ഞാൽ അങ്ങനെയാണ്. വേറൊരു വിഷയത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നണു ആ പുസ്തകത്തിൽ. ഒരു ആന്ധ്രയിലുള്ളൊരു സ്ത്രീൻ്റെ ഭർത്താവിൻ്റെ സഹോദരനും അമ്മോശനും കൂടി അതിനെ പീഡിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് അവർക്കൊപ്പം നിന്നിരുന്നു. അപ്പോൾ എനിക്കെതിരെ കൊട്ടേഷനൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി ഞാൻ മാറി നിന്നിരുന്നു. അപ്പം നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകണ എല്ലാ വള്ളിക്കെട്ടും വയ്യവയിലും തലയിൽ വെക്കും. അപ്പം നമ്മൾ ഈ പ്രതികരിക്കുമ്പോൾ അതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതിനെത്രയായാലും സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ ഒരു പരിധിയുണ്ട്, പ്രത്യേകിച്ചും കുടുംബങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ. അപ്പം അങ്ങനെ പോകാറുണ്ട്. എൻ്റെ എല്ലാ രീതിയിലും കഴിവിൻ്റെ അപ്പുറം കണ്ടില്ലെന്ന് അടിച്ചിട്ട് പിന്മാറുന്ന ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല.
സാധാരണ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ അവരിലുള്ള സ്ത്രീകളെ ബീവി എന്നാണ് അവസാനത്തേക്ക് ഷെരീഫ ബീവി എന്നൊക്കെ വിളിക്കേണ്ടടുത്തുനിന്ന് ഷെരീഫ തങ്ങളായത് എങ്ങനെയാണ്? അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഫേസ്ബുക്കിൽ എഴുതിയതാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഫ്രണ്ടായി വരുന്നുള്ളൂ ഇതന്നെ ചോദിക്കും. അപ്പൊ എന്താ ഒരു പുരുഷ കേന്ദ്രീകത ഒരു പേര് ഒരു നാമം കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യമല്ല അതിലുള്ളത്. ഈ തങ്ങൾ എന്ന് പറഞ്ഞ ഒരു മലയാളത്തിലൊരു പദമാണ്, അല്ലാതെ പിന്നെ പുരുഷന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരു നാമമാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കൾ പറയും, നിങ്ങളൊക്കെ ആരെങ്കിലും സ്ത്രീ ആയിട്ട് കാണോ, അങ്ങനെ ഒരു കളിയാക്കും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എന്നെ തങ്ങളെന്ന് വിളിച്ച് 2 ആളുകൾ മരണപ്പെട്ടു. അപ്പം പിന്നെ അതിൻ്റെ ശേഷം അവരാണ് എനിക്ക് സോഷ്യൽ മീഡിയ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന്. പിന്നെ ഞാൻ എന്താക്കി, ഒരു ഫേസ്ബുക്ക് ഐ ഡി കാലക്രമേണ നമ്മളൊരു ഐഡൻറ്റിറ്റി ആയി മാറി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നി വെറും ഞങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽ ആറ്റക്കോയ, പൂക്കോയ, കൊഞ്ഞിക്കോയ, ഷെരീഫ, ബീവി, സൽമത്ത് അങ്ങനെയൊക്കെ കുറേ പേരുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഷെരീഫ ബീവി പറഞ്ഞ എത്രയോ ഷെരീഫ ബീവികളുണ്ട്. അപ്പോൾ കിടക്കട്ടെ, ഇവരിട്ട പേരല്ലേ, അപ്പോൾ ഷെരീഫ തങ്ങൾ, അവർ വ്യത്യസ്തത തോന്നി. അവർ തൂലികാനാമമായിട്ട് അത് കടക്കട്ടെ എന്നുള്ള ഒരു രീതിയുണ്ട്. നമ്മളെ അക്ഷരങ്ങളോടുള്ള ഒരു പ്രണയം മനസ്സിലെപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് പ്രയോജനപ്പെടുന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊണ്ടുപോയത്. എത്ര കാലമായി എഴുതാൻ തുടങ്ങിയിട്ട്? ഞാൻ ശരിക്കും പറഞ്ഞാൽ 3ാം ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ട് എഴുതിയത് ഉരുളക്കുപ്പേരി എന്നുള്ളൊരു മിനിക്കഥയാണ്. അപ്പം അതിൻ്റെ ശേഷം പലപ്പോഴായിട്ട് ഈ സ്റ്റുഡൻറ്റ് വോയിസിൽ എഴുതിയിരുന്നു. പിന്നെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അതിന് പോകുമ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടം. അന്നൊക്കെ വാപ്പ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ ആലുവയിലുള്ള ഒരു ക്രൈം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ കാലത്ത്, എന്ന് 2003 അന്നൊക്കെ അതിലേക്ക് എഴുതിയിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യ പുസ്തകം 2012 തെറ്റാരുടേത് എന്നുള്ളത്. പിന്നെയൊക്കെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞ് ഓരോ ട്രാജഡികളിലൂടെ എൻ്റെ അനിയത്തിൻ്റെ മരണം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴും എഴുതുന്നുണ്ട്, എഴുത്ത് നിർത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ അക്ഷരങ്ങളോടുള്ളൊരു പ്രണയം. അപ്പോൾ നമുക്ക് ആരോടും പറയാതെ നമ്മളെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു റിലാക്സാണ്. അപ്പോൾ അതിലൂടെ കുറേ ഇപ്പോൾ ഈ പുസ്തകം തന്നെ എഴുതി വന്നപ്പോൾ പറയാനുണ്ടെന്നുള്ള പുസ്തകം എഴുതിയതിന് ശേഷം ഒരുപാട് മൈൻഡൊക്കെ ഫ്രീ ആയ പോലെ, അതായത് ഇതിങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എഴുതി തള്ളിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ എന്നുള്ള മനസ്സിൽ നിന്നെല്ലാം കഴിഞ്ഞു. വൈറ്റ് പേപ്പർ പോലെ ആയി. അല്ലെങ്കിൽ തന്നെ ഒരു വിദേശമൊന്നുമില്ല മനസ്സിലാരോട്, ഇപ്പം ഒന്നും കൂടി ഫ്രീ ആയ പോലെ ആയി. ഉപ്പയുടെ പിന്തുടർച്ചയായിട്ടാണ് എന്താ പറയുക ആത്മീയതയിലേക്ക് ഷെരീഫ എന്ന് പറയുന്ന എഴുത്തുകാരി വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഉപ്പയെ കുറിച്ച്? ഞാൻ ഈ 2 പുസ്തകം വായിച്ചപ്പോഴും പറഞ്ഞ വല്ലാത്തൊരു സംഭവമായിരുന്നു. ഞങ്ങൾ 6 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങൾക്കൊരു ഡ്രസ്സ് എടുത്താൽ ആ ഡ്രസ്സിനൊത്ത ഫാൻസി വള, മാല, മറ്റേ എല്ലാം വാങ്ങിച്ചു വെക്കും. പിന്നെ എല്ലാവരെയും കണ്ട സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച് വീർപ്പ് മുട്ടിക്കും. പിന്നെ ഒരു മനുഷ്യനൊരു പ്രയാസം വന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. അങ്ങനെ ഞാൻ കണ്ടതിൽ പിന്നെ ഏറ്റവും നല്ല മനുഷ്യൻ ഈ ലോകത്തിൻ്റെ വാപ്പയെന്ന് തോന്നാം. ഞങ്ങളൊക്കെ കുട്ടികളെ മരണം വരെ വാപ്പയാണ് എൻ്റെ തല ചീക്കിത്തരലും കുളിക്കാൻ വെള്ളം വെച്ചേരലും ഒക്കെ. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ആ ഒരു വ്യക്തിനോടുള്ള പ്രണയം, സ്നേഹം എന്നുള്ളതല്ല, അത് കൂടി വരികയാണ്. അപ്പം നമ്മൾ വിചാരിക്കുമല്ലോ ഈ മരിച്ചതിന് ശേഷമൊക്കെ ചിലരൊക്കെ കാമുകിമാരെ പ്രണയിക്കലുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ വാപ്പാനെ ഞാൻ ഇത്രയും അഗാധമായിട്ട് പ്രണയിക്കുന്നുണ്ട്. പ്രണയത്തിന് പല രീതിയിലുള്ള സ്നേഹങ്ങളാണല്ലോ. അപ്പോൾ അത് അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് നമുക്കൊരു മനുഷ്യനെ അത്രത്തോളം ഹൃദയത്തിലേറ്റാൻ കഴിയുന്നത്. അത് വാപ്പാനെ കുറിച്ച് ഇന്നും 21 വർഷമായി മരിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള അന്യമതസ്ഥർക്ക് പോലും കുഞ്ഞിപ്പ തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രക്കും പ്രിയപ്പെട്ട വ്യക്തിയാണ്. ആരെയും ഒന്നാമത് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടണം അല്ലെങ്കിൽ ബഹുമാനം പിടിച്ചു പറ്റണം എന്നുള്ള ചിന്താഗതി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. വേഷങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താത്തൊരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ തങ്ങളാന്ന് പറഞ്ഞിട്ട് കുറേ താടി അല്ലെങ്കിൽ കുറേ അങ്ങനെയൊന്നുമില്ല. ഒരു സിമ്പിളായിട്ട് എല്ലാവരും കുട്ടികളെ കൂടെ കളിക്കും, ചിരിക്കും, പിന്നെ മീൻ പിടിക്കാൻ പോകും, അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ പോകും. അങ്ങനെ ജീവിതത്തിൻ്റെ അങ്ങേ തലം വരെ ആസ്വദിച്ചു ഈ ഒരു സ്നേഹം കൊണ്ട് സമ്പന്നയാണ് പറഞ്ഞില്ല. അതുകൊണ്ട് എത്ര കൊടുത്താലും തീരാത്ത അത്ര സ്നേഹമുണ്ട്. സ്നേഹം കിട്ടണവും കൊടുക്കണമൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ ടീമിൽ ഒരുപാട് ആളുകൾ പരസ്പരം സ്നേഹിക്കണേ. ഇപ്പം നിങ്ങൾ കണ്ടില്ല, അവരൊക്കെ നമ്മളെ കുട്ടികളാണ്. ഇപ്പം ഞങ്ങളൊരു സംഘടന ഉണ്ട്, അതിലുള്ളവരാണ് അവരൊക്കെ. ഞങ്ങളൊരു കുടുംബം പോലെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടിലാവും. ഞങ്ങളെല്ലാ സ്ഥലത്തും പോവും, കറങ്ങും, വരും, ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഞങ്ങളെ തീരുന്നത് വരെ എട്ടിപ്പ് കാലി കാണുന്ന വരെ ഞങ്ങളെല്ലാവരും കഴിക്കും. അപ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാവരും പറയും ഭംഗി വാക്കിന് ചെറിയ ജീവിതം, മരിച്ചു പോകണം എന്നൊക്കെ പറയും. ഞാൻ ആസ്വദിക്കുകയാണ് ജീവിതം എല്ലാ അർത്ഥത്തിലും. അതായത് നമ്മളെ ഒരു ഇല്ലായ്മയിലും ഒരു ക്രൈസിസിൽ പോലും എനിക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു ആത്മീയതലായിട്ടാണ് ഞാൻ. പിന്നെ എനിക്കൊന്നിനോട് ഭ്രമല്ല. അതായത് പണം, പ്രസക്തി, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യാം. ഞാൻ അതിനോടൊന്നും താല്പര്യപ്പെടണില്ല. സിമ്പിളായിട്ട് ജീവിക്കാൻ, അങ്ങനെ എന്തിനോടും പാകപ്പെടാൻ പറ്റിയൊരു മനസ്സും
ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു അവസ്ഥയിലേക്കും തലത്തിലേക്കും എത്തിപ്പെട്ടു. ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണോ ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ വിൽപ്പന തുക ഞാൻ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന് പറഞ്ഞതും ഇന്ന് ഇവിടുന്ന് നൽകിയതും? അല്ല, നമുക്ക് ഒരു ശരാശരി മലയാളിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുള്ള ആളാണ് ഞാൻ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഞാൻ നിറവേറ്റി. എന്നാൽ പോലും പണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ടാവും. നമ്മളെ ആവശ്യങ്ങൾ തീർന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ കഴിയൂല. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ സഹായം കൊടുക്കണ രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ടവരാ. ഒന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ വൈഫാണ്, അത് 2 കുട്ടികളാണ്. അപ്പം ഞാൻ അവരെ ചെറിയ കുട്ടീനെ കാണാൻ പോയപ്പോൾ മൂപ്പര് മരിക്കണ സമയത്ത് ഗർഭിണിയാണ്. അപ്പം ഞാൻ ശരിക്കും പോയിട്ട് ആ കുട്ടീനെ കണ്ടപ്പോൾ സെയിം അവരെ പോലെ തന്നെ എനിക്ക് നെഞ്ചിലൊരു പിടച്ചിൽ വന്നു. ഇവർ വാടക വീട്ടിലാണ്. പിന്നെ ഞാൻ പലരോടും പറഞ്ഞു നോക്കി, ഇവർക്കൊരു വീടുണ്ടാക്കുക, അവരെ സുഹൃത്തുക്കളോടൊക്കെ ആരും മുന്നിട്ട് വന്നില്ല. അപ്പം എനിക്ക് തോന്നി, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഭാഷ മനസ്സിലാവുന്നവർക്ക് നമ്മളെ മനസ്സിലാവുമല്ലോ. നമ്മൾ ജഡ്ജ് ചെയ്യാത്ത മനസ്സിലാവുന്ന എത്രയോ ആളുകളുണ്ട് എന്നിലേക്ക് എത്തി. ഇപ്പം ഹഫ്സൽ പറഞ്ഞില്ലേ, അവരൊക്കെ അങ്ങനെ വന്നതാണ്. എൻ്റെ കഴിഞ്ഞ പുസ്തകത്തിൽ എത്ര നല്ല മനുഷ്യരുണ്ട് ലോകത്ത്. അപ്പം അങ്ങനത്തെ ഒരു പുസ്തകം വാങ്ങിച്ചാൽ മതിയല്ലോ അവരെ ആഗ്രഹം നിറവേറ്റാൻ. അപ്പം എൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ കോർത്തിണക്കി അതിലൂടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ അതിലേക്ക് മുന്നിട്ടിറങ്ങിയത്. അങ്ങനെയാണോ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത്? അല്ല, കൂട്ടായ്മ ഞങ്ങൾ കുറേ, എത്ര വർഷമായി ഞങ്ങൾ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഏകദേശം 2012 തുടക്കത്തിൽ തുടങ്ങിയതാണ്. അത് ആദ്യം വേറെ പേരിലായിരുന്നു, കുഞ്ഞാത്തയുടെ കൂട്ടുകാർ എന്നുള്ളൊരു ഇതായിരുന്നു. അത് പിന്നെ മാറി മാറി വന്ന് ബി വേൾഡ് എന്നായി, BVയുടെ ലോകം എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പം അതിലിപ്പോൾ 1000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ പല സഹായങ്ങളും മാസം മാസം വേറെ ചെയ്യാറുണ്ട്. അത് ഇന്ന ആളുകളെ പ്രദർശിപ്പിക്കുവോ അല്ലെങ്കിൽ അവരെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ മെമ്പർമാർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആർക്ക് എന്ത് ചെയ്യണമെന്നുള്ള. അവരെ അക്കൗണ്ട് നമ്പറും അവരെ ഗൂഗിൾ പേ എല്ലാം ഇടും, ഫോൺ നമ്പറും കൊടുക്കും. ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കുക, സംസാരിക്കുക. നമുക്കതിലൊന്നും ഒരു റോളും ഇല്ല. നമ്മൾ അർഹരായവരെ കണ്ടെത്തിയിട്ട് ഈ ഗ്രൂപ്പിലേക്ക് കൊടുന്നിടും. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ച് കൂടും. ഞങ്ങളെ ഈ ഒരു സർക്കിളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ പങ്കെടുക്കും. അങ്ങനെ നല്ലൊരു സന്തോഷമുള്ളൊരു കൂട്ടായ്മയാണ്. വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ കുറെ ആളുകൾക്ക് ഇതിന്റെ സഹായം എത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരുപാട് ആളുകളിലേക്ക് എത്ര മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങള്? അത് 1000-ഓളം ഉണ്ട്, സ്ത്രീയും പുരുഷനൊക്കെ ആയിട്ട്. ഒരു 4-5 ഗ്രൂപ്പാണ്. അത് ഈ സലാത്ത് ഗ്രൂപ്പ് അല്ല കേട്ടോ. ഇവിടെ ഇപ്പത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, സലാത്തിന് ആളെ ചേർക്കണ ഗ്രൂപ്പ്. അങ്ങനത്തെ അല്ല. നിങ്ങളിപ്പോ ഞങ്ങളെ സ്റ്റേജ് കണ്ടില്ലേ, എല്ലാ ജാതി മതത്തിലും അവിടെ ഞങ്ങൾ ദിക്റും സലാത്തൊന്നും അല്ല ചെല്ലല്. ദിക്റും സലാത്തൊക്കെ വേണം ഞങ്ങൾ മതപരമായിട്ട്. ഞാനൊരു വിശ്വാസിയാണ്. അതിനൊക്കെ ഞങ്ങൾക്ക് വേറെ വേറെ പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ സഹായം കാര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്, ചെറിയ ചെറിയ സഹായങ്ങൾ മനുഷ്യർക്ക് നൽകിയാൽ മതി സ്വർഗം കിട്ടാൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു അത് ഒരു പൊതുബോധമുണ്ട്. അതായത് കുറെ നിസ്കരിക്കണം, ഓതണം, അല്ലെങ്കിൽ പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്താലുള്ള നമുക്ക് സ്വർഗം കിട്ടുക എന്നുള്ള. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും സമൂഹത്തോടൊരു പ്രതിബദ്ധത ഇല്ലാതെ അല്ലെങ്കിൽ സ്വന്തത്തിനോടൊരു പ്രതിബദ്ധത ഇല്ലാതെ രാവിലെയൊക്കെ സുബൈക്ക് 5 മണിക്കൊക്കെ കണ്ണും തിരുമ്പി ശരിക്കും ഉറക്കം പോലെ ശരിയായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ദൈനംദിന കർമ്മം പോലെ ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട്. അതിലവരെ നിയത്ത് പോലും ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ചെയ്യണില്ല. അവരെ കൂടപ്പുറപ്പുകളോടും കൊണ്ടണില്ല. മറ്റുള്ളവർക്കൊരു മനസ്സറിഞ്ഞൊരു പുഞ്ചിരി പോലും സമ്മാനിക്കാത്ത ആളുകൾക്ക് സ്വർഗം കിട്ടും. സ്വർഗം നരകമൊക്കെ നമ്മളല്ല തീരുമാനിക്കണത്. പക്ഷെ നമ്മളെ ഒരു കാഴ്ചയിൽ ഒരു മനുഷ്യനൊരു ഉപകാരം ഇല്ലാത്തൊരു മനുഷ്യർ എന്തിനു കൊള്ളാന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ സ്വർഗത്തിലേക്ക് എത്താൻ ചെറിയ അതായത് മറ്റുള്ളവരെ നന്മ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക, സാരമില്ല എന്നൊന്ന് പറയുക, അവരൊന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇനിയും കഴിയും, നീ തളർന്നിട്ടില്ല എന്ന് പറയാന്നുള്ളത് വലിയ കാര്യമല്ലേ. എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് എഴുതുന്നുണ്ട്. എഴുതിയതൊന്നും ചിലപ്പം പൂർണ്ണമായിട്ട് പുസ്തകങ്ങളായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇറക്കിയത് 3 പുസ്തകങ്ങളല്ലേ? 4ാമത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മുൻപ് എഴുതിയതൊക്കെ പ്രസിദ്ധീകരിച്ചോ? അല്ല, ഇനി ബാക്കിയുള്ള ഇപ്പൊ 7-8 ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് കണ്ടന്റുകൾ. സ്വന്തം അനുഭവങ്ങളും ബാക്കിയുള്ളവരുടെ അനുഭവങ്ങളാണോ പ്രചോദനം എഴുതാൻ? സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതും നമ്മളിലേക്ക് എത്തിയ കാഴ്ചകൾ, നമ്മൾ കണ്ടത് അറിഞ്ഞത്. പിന്നെ വേറൊരു ആത്മീയത മതത്തിന്റെ ഉള്ളിൽ ഒതുങ്ങണ ഒരു രീതിയല്ലല്ലോ. എല്ലാ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും ആസ്പദമാക്കിയിട്ടുള്ള എഴുത്തുകളുണ്ട്. പ്രണയമാണെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ പിന്നെ ആത്മീയതയാണെങ്കിൽ ആത്മീയത, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഒരു മതത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ മതത്തിൽ നിന്നിട്ട് തന്നെ എങ്ങനെയാണ് ഇത്രയൊക്കെ നിങ്ങൾക്ക് സാധിച്ചത്? സാധിക്കാത്ത ഒരുപാട് സ്ത്രീകൾക്ക് കൂടി ഒരു മെസ്സേജ് ആവട്ടെ. മതത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ശരാശരി ദീനിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ മുഖം മറച്ച് കുടുങ്ങി നടന്ന് ഒരു പർദ്ദക്കെട്ട് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലൊരു തെക്കുവുണ്ട്, ദൈവത്തോടുള്ളൊരു എന്താ പറയുക, ആ ഒരു പ്രണയം, അതും ഒരു പ്രണയം തന്നെയാണ്.
അപ്പോൾ അത് നമ്മളെ മനസ്സിലാണ്. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. പഠിച്ചവനെ നമ്മളറിയാലോ, നമ്മൾ തമ്മിലുള്ളൊരു സന്ധി ഉണ്ടല്ലോ. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനതിനൊന്നും പോവാറില്ല.